ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേയേറെ കിച്ചൺ ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതിനു മുന്നേ ദാരിയസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മൾ ഇഞ്ചിയൊക്കെ തോലൊക്കെ കളഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അടപ്പുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് വരണ്ടി കൊടുക്കട്ടോ. ഇതേപോലെ ഒന്ന് വരണ്ടി കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇഞ്ചിൻ്റെ മുകളിലുള്ള സ്കിന്നൊക്കെ പോയിട്ട് നല്ല രീതിയിൽ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു വീഡിയോ തന്നെയാണ് കേട്ടത്. കത്തിയൊക്കെ ഉപയോഗിക്കുന്നവർ കത്തിയൊക്കെ കൈക്ക് കൊണ്ട് സ്ക്രാച്ച് വീഴും, അങ്ങനെ ഒന്നും ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഇഞ്ചി ക്ലീനാക്കി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു 5 മുട്ടയാട്ടം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത പണ്ടത്തെ കാലഘട്ടത്തിൽ ഇതേ രീതിയിലാട്ടോ മുട്ട വെക്കുക. മുട്ടൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ നമ്മുടെ അമ്മൂമ്മമാരും മുത്തശ്ശിമാരൊക്കെ അരിയിൽ ഇതേപോലെ ഈ ഒരു മുട്ടൻ്റെ കൂർപ്പ് ഭാഗം ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇതേപോലെ വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു മുട്ട കേടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത കാലങ്ങളിൽ ഇതേ രീതിയിലാട്ടോ അവർ വെച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് വെച്ച് നോക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ ഒരു മുട്ട നമുക്ക് മറ്റൊരു രീതിയിലും വെച്ച് നോക്കാം. ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ അടപ്പെല്ലാം ഇങ്ങനെ ലൈനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഈ ഒരു കൂർത്ത അറ്റഭാഗം ഈ ഒരു അടപ്പിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ കുടിച്ചിട്ടുള്ള ബോട്ടിൽ നമ്മൾ ഒഴിവാക്കി കളയും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അടപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരു നമ്മൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കുന്ന ഇതേപോലത്തെ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ ഓരോ അടപ്പും ഇതേപോലെ വെച്ചതിന് ശേഷം ഓരോ മുട്ട എടുത്തിട്ട് ഈ ഒരു മുട്ടൻ്റെ കൂർത്ത ഭാഗം ഈ ഒരു അടപ്പിലോട്ടേക്ക് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ അടച്ച് വെച്ച് കൊടുത്താലും മതി. ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതേപോലെ അടച്ചെടുക്കുന്ന സമയത്ത് മുട്ട നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് തന്നെ അവിടെ നിന്നോളൂ. ഒരിക്കലും അത് ഉരുണ്ട് വീണ് പൊട്ടുക അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ ഇതേപോലെ വെക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിലും ഇതേ രീതിയിൽ വെക്കാൻ പറ്റും. നമുക്ക് മുട്ട വെക്കുന്ന ട്രേ ഒന്നും ഫ്രിഡ്ജിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പഴയ ഫ്രിഡ്ജൊക്കെ ആകുമ്പം അത് പൊട്ടിയതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇതേപോലെ അടപ്പ് ഇങ്ങനെ ലൈനായിട്ട് വെച്ച് കൊടുക്കുക ഡോറിൻ്റെ സൈഡിൽ. എന്നിട്ട് നമുക്ക് മുട്ട ഇതേപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും അത് വീണ് താഴെ വീണ് പൊട്ടിപ്പോവുക അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ച് വെച്ചതുപോലെ തന്നെ ഉണ്ടാവും ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് കേട്ടോ. പിന്നെ പലർക്കും സംശയം ഉണ്ടാവും, ഫ്രിഡ്ജിൻ്റെ ഡോർ ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഉരുണ്ട് പോയില്ലേ എന്നൊക്കെ കേട്ടോ. ഒരിക്കലും വീണ് പോവില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ. ഇതേ രീതിയിൽ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട, അതെടുത്ത് വെച്ചിട്ട് ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു വട്ടെങ്കിലും എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. കാണിച്ച മുട്ട വെച്ചിട്ടുള്ള 2 ടിപ്സിലും നിങ്ങൾക്ക് ഏത് ടിപ്പാണോ ഉപകാരപ്രദമായിട്ട് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറേയേറെ വാങ്ങിച്ചിട്ട് അത് ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കല്ലോ, നമ്മൾ ആവശ്യത്തിന് നമ്മുടെ പാചകത്തിനനുസരിച്ച് വേഗത്തിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അതിന് ഇഞ്ചി വെളുത്തുള്ളിയൊന്നും കേടാവാതിരിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ സ്കിന്നൊന്ന് റിമൂവ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴുകി തുടച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ തുടച്ചിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. വെള്ളത്തോടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ചീഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ.
ഫ്രിഡ്ജിൽ താഴത്ത് ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഈ ഒരു ഇഞ്ചോ വെളുത്തുള്ളിയോ ഒന്നും നമുക്ക് കേടായി പോവാൻ ചാൻസ് ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വേഗത്തിലൊരു കറികളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ജോലി ഭാരം ആവാതെ നമുക്ക് ഒരുപാട് ജോലികൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇഞ്ചിയും ഒക്കെ കഴുകിയതിന് ശേഷം ഞാനിതാ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുടച്ചിട്ടുള്ള ഇഞ്ചിയെല്ലാം ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ അടച്ചു വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അടച്ചു വെച്ച് ഇങ്ങനെ ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിൽ ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും കേടാവാതെ ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ആക്കിയിട്ട് ചതച്ച് പേസ്റ്റ് ആക്കി വെക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയും വെക്കാനായിട്ട് പറ്റും കേട്ടോ. പേസ്റ്റ് ആക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയി കിട്ടും കേട്ടോ. പേസ്റ്റ് ആക്കുന്ന സമയത്ത് ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ടും നമുക്ക് നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്ന സമയത്തും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരു ജോലി ഭാരം ആവണത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ആക്കുന്ന ജോലിയാണല്ലോ. കറി ഉണ്ടാക്കാൻ പെട്ടെന്ന് എളുപ്പം കഴിയും, പക്ഷേ അതിലേക്കുള്ള ആ ഒരു ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാനൊക്കെ ആയിരിക്കും പ്രയാസം. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ തന്നെ രാവിലെയൊക്കെ ഓഫീസിൽ പോകുന്നവർക്കും അതേപോലെ സ്കൂൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കറി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് ഒരുപാട് ജോലി നമുക്ക് എളുപ്പമാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഞാനിതാ കുറച്ച് പച്ചക്കറിയാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കുറച്ച് വെളുത്തുള്ളി ഉണ്ട്, കുറച്ച് ചുവന്നുള്ളി ഉണ്ട്, പിന്നെ കുറച്ച് പൊട്ടാറ്റോ വലിയുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാനൊരു കൊട്ടയിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ട് നമ്മളിത് ക്ലീൻ ആക്കുന്ന സമയത്ത് ഒരു ന്യൂസ് പേപ്പർ ഇതേപോലെ ഒന്ന് വിരിച്ച് കൊടുക്കട്ടോ. കൗണ്ടർ ടോപ്പിൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതെല്ലാം ഇതിലോട്ടേക്ക് ഇട്ടിട്ട് ക്ലീൻ ആക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് കൗണ്ടർ ടോപ്പ് ഒന്നും ചീത്തയാവില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ തൊലികളെല്ലാം നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസ് പേപ്പർ മെല്ലെ ഇതേപോലെ ഒന്ന് എടുക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് കൗണ്ടർ ടോപ്പിലൊന്നും ഈ ഒരു തോലോ അതേപോലെ ചെളിയൊന്നും ആവാൻ ചാൻസ് ഇല്ല. ഈ ഒരു ന്യൂസ് പേപ്പർ ഇതേപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് വേസ്റ്റിലോട്ടേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് എപ്പോഴും തുടച്ച് വൃത്തിയാക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ പച്ചക്കറിയൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് ഒരു പേപ്പർ എന്തായാലും നിങ്ങൾ വിരിച്ചു കൊടുക്കാൻ മറക്കല്ലേ. ന്യൂസ് പേപ്പർ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഒരു പീസ് പേപ്പർ ഇതേപോലെ വിരിച്ചിട്ട് അതിലിട്ടിട്ട് എല്ലാം ക്ലീൻ ആക്കി നോക്കൂ. നമുക്ക് കുറേ ജോലിഭാരം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ ക്ലീൻ ആക്കുന്ന സമയത്ത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി പെട്ടെന്ന് ഉരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളി അല്ലി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. തലഭാഗവും വാൽഭാഗവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ ആദ്യം തന്നെ. എന്നിട്ട് നടുക്ക് ഇതേപോലെ സെൻറ്ററിൽ ഇതേപോലെ ഒരു വര ഇട്ട് കൊടുക്കുക കത്തി വെച്ചിട്ടോ. വര ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു തോൽ ഇതേപോലെ ഒന്ന് പൊളിച്ചെടുക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ തന്നെ മുഴുവനായിട്ടും നമുക്കിത് കണ്ടില്ലേ, വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സ്കിന്ന് മുഴുവനായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. നമ്മൾ എങ്ങനായാലും കത്തിയൊക്കെ വെച്ച് ഉരിച്ചെടുക്കുന്ന സമയത്ത് പകുതി തോല് അതിൽ തന്നെ ഉണ്ടാവും, പകുതി ഇങ്ങോട്ട് വിട്ട് വരും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ ഉരിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു തോലെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഉരിച്ചെടുക്കാനായിട്ട് പറ്റും മുഴുവനായിട്ടും. ഇതാ കണ്ടില്ലേ, ഒരു വെളുത്തുള്ളി അല്ലിൻ്റെ തോല് മുഴുവനായിട്ടും ഞാനിതാ പെട്ടെന്ന് തന്നെ ഉരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ടൈമൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വെജിറ്റബിളും പേപ്പറിലോട്ടേക്ക് ഇതേപോലെ പേപ്പറിൽ വെച്ചിട്ട് ഈ ഒരു തോലൊക്കെ കളഞ്ഞെടുക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് കൗണ്ടർ ടോപ്പിലൊന്നും ചെളിയോ, ഇഞ്ചിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ചെളി ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ ഒരു തോലെല്ലാം നമുക്ക് ഈ ഒരു പേപ്പറിലോട്ടേക്കായിരിക്കും വന്ന് വീഴുക കേട്ടോ. ഈ ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ മടക്കിയിട്ട് വേസ്റ്റിലോട്ടേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരിക്കലും നമുക്ക് കൗണ്ടർ ടോപ്പ് ചീത്താവില്ല. നല്ല രീതിയിൽ തന്നെ നമ്മുടെ കിച്ചണ് ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇതേ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത്.
അപ്പോൾ അതെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം. ഞാനൊരു കുപ്പി ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിലോട്ടേക്ക് ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഇറ്റിച്ച് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മാത്രം മതി, കൂടുതലൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും എണ്ണ ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് തിരി കത്തിച്ച് എടുക്കാമെന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പച്ചവെള്ളത്തിലേക്ക് കുറച്ച് എണ്ണ ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ കേക്കൊക്കെ ഉണ്ടാക്കാൻ വാങ്ങിച്ച് വെച്ചിട്ടുള്ള പഴയ കളറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കട്ടോ. അപ്പോൾ ഈ ഒരു ജെൽ കളർ ഞാനിതാ കുറച്ച് റെഡ് ജെൽ കളർ ഇതിലേക്ക് കുറച്ചൊന്ന് ഉറ്റിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു അടപ്പ് വേണം. ഒരു കനമില്ലാത്ത ഒരു അടപ്പായിരിക്കണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ ഒരു അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് സ്പ്രേയോ അതേപോലെ അത്തറോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് കുറച്ചൊന്ന് ഇതിലേക്ക് ഇറ്റിച്ച് കൊടുക്കുക. ഒരു നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ അടച്ച് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അടപ്പ് വേണം. അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അടപ്പാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുക്ക് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു കോട്ടൻ്റെ തുണി ഇതേപോലെ ഒന്ന് തിരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു തിരിൻ്റെ മുകളിൽ നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കുക. ഈ തിരിൻ്റെ അറ്റത്ത് എണ്ണ ആക്കി കൊടുക്കാൻ മറക്കരുത്, എന്നാലേ പെട്ടെന്ന് തന്നെ നമുക്കിത് കത്തി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ. നമ്മൾ സന്ധ്യാസമയത്ത് ഇതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ കത്തിച്ച് വെക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ. വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മളിതിൽ ഏത് അത്തറാണോ അല്ലെങ്കിൽ ഏത് പെർഫ്യൂമാണോ അടിച്ചുകൊടുത്തിട്ടുള്ളത് ആ ഒരു സ്മെല്ല് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വ്യാപിക്കാനായിട്ട് പറ്റും. ഇതേ രീതിയിൽ സന്ധ്യാസമയത്ത് കത്തിച്ച് വെക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ഭംഗിയാണ് കാണാൻ, പോരാത്തതിന് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ഇതേ രീതിയിൽ കത്തുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാൻ മറക്കല്ലേ. ഇനി നമുക്കൊരു ഭംഗിക്കും വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ നല്ല കളർ കല്ലുകളോ മുത്തുകളൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് ഭംഗി കൂട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് കവറുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് കവറുകൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കടയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കവറിലാണല്ലോ നമുക്ക് തരിക. അപ്പോൾ ഈ ഒരു കവർ നല്ല രീതിയിൽ തന്നെ ഉണക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കവർ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കവറിൻ്റെ എല്ലാ അറ്റും ഒരേപോലെ ഇതേപോലെ ഒന്ന് അട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കവറിൻ്റെ അടിവശം അതേപോലെ മോൾവശം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കത്രി വെച്ചിട്ട് അടിവശം അതേപോലെ തന്നെ നമ്മൾ പിടിക്കുന്ന ആ ഒരു കൈപ്പിടീൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗവും നമുക്ക് വേണ്ട കേട്ടോ ഈ ഒരു ടിപ്പിനായിട്ട്. അപ്പോൾ രണ്ട് ഭാഗവും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കവറിൻ്റെ നടുക്കുള്ള പാർട്ട് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു കവറിൻ്റെ ഒരറ്റത്ത് നിന്നും നടുക്ക് വരെ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലൈനായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ. ഈ ഒരു കവർ കട്ട് ചെയ്യുന്ന സമയത്ത് നടുപാർട്ട് വരെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഈ ഒരു കവറിൻ്റെ ഒരു വശത്ത് നിന്നും ഇതേപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കവറുകളെല്ലാം ഒരേപോലെ ഒന്നിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ലൈനായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടും കേട്ടോ. കവറായത് കാരണം തുണികളൊന്നും കട്ട് ചെയ്യുന്നത് പോലെ അല്ലല്ലോ. കവറാകുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ലൈനായിട്ട് ഞാനിതെല്ലാം ഒന്ന് നടുക്ക് വരെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു തവിയോ ചട്ടകോ എന്തെങ്കിലും എടുക്കട്ടോ. എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കവറെല്ലാം ഇതേപോലെ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന്
റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടൈറ്റായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് 2 റബ്ബർ ബാൻഡും കൂടെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൊടിത്തട്ടിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു പൊടിത്തട്ടി കവർ കൊണ്ടിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് പഴയ നമ്മൾ ഒഴിവാക്കുന്ന തുണി വെച്ചിട്ടും നമുക്ക് ഇതേപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കവർ വെച്ചിട്ടാണ് കാണിച്ചത്. ഇനി നിങ്ങൾക്ക് തുണി വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആവാട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് നമ്മളിങ്ങനെ പൊടി തട്ടുന്ന സമയത്ത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 റബ്ബർ ബാൻഡും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളൂ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടുകൊടുക്കുന്ന സമയത്ത് കേട്ടോ. നല്ലൊരു പൊടി തട്ടിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ജനലിൻ്റെ ഈ ഒരു കമ്പിൻ്റെ ഉള്ളിലൊക്കെ ധാരാളം എട്ടുകാലിൻ്റെ വലയും പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇതുകൊണ്ടൊന്ന് തട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അത് മാത്രമല്ല, നമുക്ക് സോഫ സെറ്റിൻ്റെ അടിയിലൊക്കെ നമുക്ക് ചൂലെത്താത്ത ഭാഗങ്ങളാണല്ലോ, ഈ ഒരു ചൂലെത്താത്ത ഭാഗങ്ങളിലൊക്കെ ഇതേ രീതിയിലൊന്ന് ഇത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിവശത്തുള്ള മാറാലയും അതേപോലെ മുടിക്കെട്ടും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് കട്ടിലിൻ്റെ അടിവശം, അലമാരിൻ്റെ അടിവശത്തൊക്കെ ചൂലിൻ്റെ അറ്റം എത്താത്ത ഭാഗങ്ങളാണ് അതൊക്കെ. അൽമാരിൻ്റെ അടിവശത്തേക്കൊന്നും ചില ചൂലിങ്ങനെ എത്താനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിവശത്തൊക്കെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള മാറാലയും മുടിക്കെട്ടും, ഒരുപാട് മുടിക്കെട്ടും മാറാലയൊക്കെ ഇതിൻ്റെ അടിവശത്തുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ ക്ലീൻ ആക്കുന്ന സമയത്ത് നമുക്കത് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. ഇതേപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാറാലയും മുടിക്കെട്ടെല്ലാം നമുക്ക് ഇതിൻ്റെ അടിവശത്ത് നിന്നും ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പൊടി തട്ടിയായിട്ടും നമുക്കിത് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഇതേ രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കാനും ഇത് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും പഴയ വേസ്റ്റ് കവറൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണ്ട, ഇതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് യൂസ് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.